എല്ലാവർക്കും നാത്തൂൻ സ്പൈസ് വേൾഡിൻ്റെ പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വറുത്തരച്ച സാമ്പാറാണ്. സാമ്പാർ പൊടിയൊന്നുമില്ലാതെ നല്ല അടിപൊളി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് കേട്ടോ സാമ്പാർ മുഴുവൻ ഉണ്ടാക്കുന്നത്. ആദ്യം വേണ്ടത് പരിപ്പാണ്, തുവരപ്പരിപ്പ്. നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ചതാണിത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അല്പം വെളിച്ചെണ്ണ എന്നിവ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. എന്നിട്ട് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കുക. ഒരു വിസിൽ മതിയാവും. ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേനും നമുക്ക് ഈ പരിപ്പ് ആവശ്യത്തിന് വെന്ത് കിട്ടും. സാമ്പാർ പല രീതിയിലും ഉണ്ടാക്കാം. ഞങ്ങളുടെ ഏരിയയിലേക്ക് കൂടുതലും സാമ്പാർ പൊടി ചേർത്തിട്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇങ്ങനെ വറുത്തരച്ച് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മാത്രമേ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുകയുള്ളൂ. പരിപ്പ് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് വറുത്തര തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പ്, ഉലുവ, മല്ലി, വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ. എല്ലാത്തിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അത് നോക്കിയാൽ മതി കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ കടലപ്പരിപ്പും ഉലുവയും മല്ലിയാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. തേങ്ങയുടെ കൂടെ ഇട്ടാൽ ഇത് തേങ്ങ മൂക്കുമ്പോഴേക്കും ഇത് ഒരുപാട് മൂത്ത് പോകും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ ഉലുവയും കടലപ്പരിപ്പൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന തേങ്ങയിൽ അത്രയ്ക്ക് എണ്ണയില്ലാത്തതുകൊണ്ട് വറുത്തരച്ച് പൊടിയായിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്തത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് മൂപ്പിക്കുക. കൈ വിടാതെ ഇളക്കിയെടുക്കണം. തേങ്ങ ഒന്ന് പാതി മൂത്ത ശേഷം നമുക്ക് വറ്റൽമുളകും കറിവേപ്പില കൂടി അതിൻ്റെ അകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുമ്പോൾ കരിയാതെ നോക്കണം കേട്ടോ. പണ്ട് എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ നേരത്തെ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കുന്ന ഭയങ്കരമായിട്ടൊരു ചടങ്ങാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് വിചാരിച്ച് ഞാനത് ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും രുചികരമായിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഇതൊന്നും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ഈ വറുത്തര ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ ഒരുമിച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കി വെച്ചിട്ട് ആവശ്യത്തിന് സാമ്പാറിന് ചേർത്ത് ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. നമ്മുടെ തേങ്ങ ഏകദേശം മൂത്ത് വന്നു തുടങ്ങി. ഇതാ കണ്ടോ, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ തീ ഓഫ് ചെയ്ത് ഇത് ഇരിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെയും കളർ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി എന്തൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട്. ഞാനാകെ ഇത്രയും കഷ്ണങ്ങളാണ് കേട്ടോ സാമ്പാറിന് എടുത്തിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് കഷ്ണങ്ങളുള്ളത് ഇഷ്ടമല്ല. ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു തക്കാളി, ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി. ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ പരിപ്പ് നന്നായി വെന്തു. കുക്കറിൽ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇതാക്കണ്ടോ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർക്കാം. തക്കാളി മാത്രം നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. നിങ്ങൾ വെണ്ടയ്ക്ക എടുക്കുന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്കയും ഇതിനൊപ്പം ചേർക്കരുത്. തക്കാളിയും വെണ്ടയ്ക്കയും ഈ പച്ചക്കറികളൊന്നും വെന്ത ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചക്കറി എല്ലാം ചേർത്ത ശേഷം അതിലേക്ക് പുളിവെള്ളം കൂടെ ചേർക്കണം. ഞാനിവിടെ 1.5 കപ്പോളം വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് വിസിൽ കേൾപ്പിക്കുക. ഒരു വിസിൽ മതിയേ. ഈ സമയത്ത് നമ്മൾ തേങ്ങയെല്ലാം മൂപ്പിച്ച് വെച്ചിരുന്നത് തണുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർക്കണം. നിങ്ങളുടെ കയ്യിൽ പൊടിയായിട്ടല്ല കായത്തിൻ്റെ മുഴുവൻ കട്ടയാണെങ്കിൽ അത് ചേർത്താലും മതി. ഇതാ നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വറുത്തര റെഡിയായി. ഇപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തു. ഒരു വിസിൽ കേട്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. ഇപ്പോൾ എയറൊക്കെ പോയി.
വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കുക. വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ വെണ്ടയ്ക്ക ഈ സമയത്ത് ചേർക്കാം. എനിക്ക് വെണ്ടയ്ക്ക കിട്ടിയില്ല. നിങ്ങൾ വെണ്ടയ്ക്ക ചേർക്കുവാണെങ്കിൽ എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ചേർക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ തുറന്ന് വെച്ചാണ് അത് വേവിക്കുന്നത്. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വിസിൽ വേവിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. തുറന്ന് വെച്ച് നമുക്ക് വേവിക്കാം. തിളയൊന്ന് വന്നു കഴിഞ്ഞ ശേഷം ഒന്ന് കുറുകിയ ശേഷമാണ് നമ്മൾ വറുത്തര ചേർക്കുന്നത്. വറുത്തര കൂടി ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കുക. ഇനി സാമ്പാർ ഒന്ന് തിളച്ച് കുറുകണം. ഒരുപാട് കുറുകണ്ട. തണുത്ത് കഴിയുമ്പോൾ വീണ്ടും സാമ്പാർ കട്ടിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് എത്രത്തോളം പാകത്തിന് വേണോ അതുവരെ തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഒന്ന് താളിച്ചുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാവും. അങ്ങനെ നല്ല ചൂട് വറുത്തരച്ച സാമ്പാർ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ചോറിൻ്റെ കൂടെ വറുത്തരച്ച സാമ്പാർ ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാൻ? അപ്പോൾ ഇനി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു തവണ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ വേറിട്ട രുചികളും കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ബൈ.